കോട്ടയം ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കോട്ടയം ജില്ല 1949 ജൂലൈ 1 കോട്ടയം ജില്ല രൂപീകൃതമായി. കോട്ടയം പട്ടണം രൂപീകരിച്ചത് ടി രാമറാവുവാണ്. വെമ്പൊലി നാട് ആണ് കോട്ടയം ജില്ലയുടെ പഴയ പേര്. ലാൻഡ് ഓഫ് 3L എന്നറിയപ്പെടുന്നു. ലെറ്റർ, ലാറ്റക്സ് ആൻഡ് ലേക്സ്. അക്ഷര നഗരം എന്നും കോട്ടയം ജില്ല അറിയപ്പെടുന്നു. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിലെ ഐമനം എന്ന പ്രദേശം കോട്ടയം ജില്ലയിലാണ്. മീനച്ചിലാർ, മണിമലയാർ, മൂവാറ്റുപുഴയാർ കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്നു. അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രതീരം ഇല്ലാത്ത ജില്ലയാണ് കോട്ടയം ജില്ല. മറ്റു ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. ലോക്സഭാ മണ്ഡലം 1, നിയമസഭാ മണ്ഡലം 9. സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ പട്ടണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ് കോട്ടയം മുനിസിപ്പാലിറ്റി. 1989 സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. ഇന്ത്യയിൽ സാക്ഷരത കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് കോട്ടയം ജില്ല. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡ് വന്ന ജില്ലയാണ് കോട്ടയം ജില്ല. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. ചുമർ ചിത്ര നഗരി എന്നും കോട്ടയം ജില്ല അറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യ ആകാശപാത നിലവിൽ വന്ന ജില്ലയാണ് കോട്ടയം ജില്ല. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് കോട്ടയം ജില്ലയിലാണ്. ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം ജില്ലയാണ്. കുറുവിലങ്ങാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി നിലവിൽ വന്നത് കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാടാണ്. ഉഴവൂർ. നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലമാണ് ഉഴവൂർ. അതും കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കുംതല. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് സ്ഥിതി ചെയ്യുന്നു. കുമരകം പക്ഷി സങ്കേതം അല്ലെങ്കിൽ വേമ്പനാട്ട് പക്ഷി സങ്കേതം കുമരകം സ്ഥിതി ചെയ്യുന്നു. കോട്ടയം ജില്ലയിലാണ്. ബിയോണ്ട് ബാക്ക് വാട്ടർ പ്രോജക്റ്റ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി കുട്ടനാടിൻ്റെ കവാടം എന്നും അറിയപ്പെടുന്നു. ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി കോട്ടയം നാട്ടകം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം കോട്ടയം പെരുന്നയിലാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം ഇവയെല്ലാം കോട്ടയം ജില്ലയിലാണ്. ആദിത്യപുരം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം നിലനിൽക്കുന്നു. പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നാണ് അറിയപ്പെടുന്നത്. ഭരണങ്ങാനം പള്ളി. മാന്നാനം പള്ളി ചവറ അച്ഛൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നു. വലിയ പള്ളി, ചെറിയ പള്ളി, മണർക്കാട് പള്ളി ഇവയെല്ലാം കോട്ടയം ജില്ലയിലാണ്. താഴത്തങ്ങാടി ജുമാ മസ്ജിദ്, മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം, തിരുനക്കര ക്ഷേത്രം എന്നിവ കോട്ടയം ജില്ലയിലാണ്. ചന്ദനക്കാവ് മഹോത്സവം നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജാണ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ പ്രസ് CMS പ്രസ്സാണ്. ബെഞ്ചമിൻ ബെയ്ലിയാണ് CMS പ്രസ് സ്ഥാപിച്ചത്. കോട്ടയം ജില്ലയിലാണ്. മാന്നാനം പ്രസ്. ദീപിക പത്രം അച്ചടിച്ചു തുടങ്ങുന്നത് മാന്നാനം പ്രസ്സിൽ നിന്നാണ്. മലയാള മനോരമ കേരളത്തിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. 1888 കോട്ടയം ജില്ലയിൽ രൂപീകൃതമായി. കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമയുടെ സ്ഥാപകൻ. കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ് മലയാള മനോരമ എന്ന പേര് നൽകിയത്. അഖില കേരള ബാലജന സഖ്യം KP മാമൻ പിള്ള ആരംഭിച്ചു. കോട്ടയം ജില്ലയിലാണ്. ചവിട്ടുനാടകം, തട്ടുപൊളിപ്പൻ കലാരൂപം എന്നാണ് അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലാണ് ഇവ നിലനിൽക്കുന്നത്. വാഗമൺ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ്, ഏഷ്യയുടെ സ്കോട്ട്ലാൻഡ്, കേരളത്തിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നെല്ലാം അറിയപ്പെടുന്നു. ഏറ്റുമാനൂർ നടരാജ ചിത്രത്തിന് പ്രശസ്തമാണ്. കോട്ടയം പബ്ലിക് ലൈബ്രറി, പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എന്നിവയെല്ലാം കോട്ടയം ജില്ലയിലാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി കോട്ടയം വെള്ളൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. സാഹിത്യ പ്രവർത്തക സംഘം 1945 കോട്ടയത്ത് രൂപീകൃതമായത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ നിലനിൽക്കുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല രചിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ തലയോലപ്പറമ്പിലാണ് ജന്മസ്ഥലം. ഇവയെല്ലാം കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്.